ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ പ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ജൂൺ 3-ാം തീയതി ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആൾക്ക് കൊടുത്ത സർപ്രൈസും ഗിഫ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാനൊരു ഫുൾ വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് പോയോ, അതുപോലെ വിഷസ് കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ അതേ പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ എത്തിയത് കൊല്ലം ബീച്ചിലാണ് കേട്ടോ. കൊല്ലം ബീച്ചിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു 7 o'clock ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരു മിനി കേക്കിലാണ് നമ്മൾ പ്രാങ്ക് സെറ്റ് ചെയ്തത് കേട്ടോ. പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ചെറിയൊരു പടക്കം ഇരിപ്പുണ്ട്. അപ്പോൾ കത്തിക്കുമ്പോൾ അത് പൊട്ടും. ഇതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ കാറ്റ് കാരണം നമുക്കത് ഫ്ലോപ്പായി പോയി ഗൈസ്. എത്ര കത്തിച്ചിട്ടും കത്തുന്നില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്ര കത്തിച്ചിട്ടും കത്തുന്നില്ല. ലാസ്റ്റ് ആ കേക്ക് അവളുടെ മുഖത്തടിച്ച് ഞങ്ങൾ പ്രാങ്ക് ഇതാക്കി. അപ്പോൾ ഇതേ ആൾ നിന്ന് പറയുകയാണ് കേട്ടോ, അയ്യോ എൻ്റെ മുഖത്തെല്ലാം കേക്കായി. പക്ഷെ ആ വീഡിയോ മാത്രം എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പ്ലാൻ ചെയ്തത് വേറെയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ വിട്ടു കേട്ടോ. അതിനുശേഷം മെയിനായിട്ടുള്ള കേക്ക് മുറിക്കുകയാണ് കേട്ടോ. മെയിനായിട്ടുള്ള കേക്ക് നമ്മൾ ചൂസ് ചെയ്തത് നട്ടി ബബിളാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 2 കേക്കും ഞാൻ മേടിച്ചത് ദ കേക്ക് പോപ്സ് എന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കേക്ക് വേണമെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് കണ്ണ് കാണുന്നില്ല എന്നാണ് നീ പറയുന്നത്. കാരണം കണ്ണിലൊക്കെ കേക്ക് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ കേക്കൊക്കെ മുറിക്കുകയാണ്. നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഞാൻ വോയിസ് ഓവർ അതൊക്കെ കട്ട് ചെയ്ത്, കാരണം നല്ല കാറ്റിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു കേട്ടോ വോയിസിൽ. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഇതേ അവൾ എല്ലാവർക്കും കേക്ക് കൊടുക്കുവാണ് കേട്ടോ. കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി സർപ്രൈസ് ഗിഫ്റ്റുകളും വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ വകയും ഞങ്ങളുടെ വകയൊക്കെ ഒത്തിരി ഗിഫ്റ്റുകളുണ്ട്. ആളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇതൊന്നും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റും അവളുടെ ആ ഒരു സന്തോഷം. ആൾക്കെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കൂടുതലും ഇഷ്ടം. ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോൾ തന്നെ ആയാലും വേറെ ഒത്തിരി ഡ്രസ്സുകളോ അങ്ങനെയൊന്നും കൊടുക്കുന്നതിൽ കൂടുതലും അവൾക്ക് ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പേ എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ഫ്രൂട്ട്സ് മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് റംബൂട്ടാനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ കൊടുത്തത് ഫ്രെയിമാണ് കേട്ടോ. ഈ ഫ്രെയിം ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഫ്രെയിംസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാമേ. അഫോർഡബിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രെയിമൊക്കെ ചെയ്തു തരാം കേട്ടോ. അതിനുശേഷം റംബൂട്ടാനാണ് കൊടുത്തത്. റംബൂട്ടാൻ കൊടുത്തപ്പോൾ ഉള്ള സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. പിന്നെ ചേച്ചിയുടെ വക ഗിഫ്റ്റ്സ് ആയിരുന്നു. ചേച്ചി ആദ്യം ഒരു ഡയറി മിൽക്ക് കൊടുത്തു. ഇവർക്ക് ഇങ്ങനെ ചോക്ലേറ്റ്സും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇഷ്ടം. അതാണ് കൂടുതൽ നമ്മൾ അതൊക്കെ തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഈ ചെരുപ്പും ഒരു ഡ്രസ്സും ഒക്കെ കൊടുത്തു കേട്ടോ ചേച്ചിയുടെ വക. ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി ഇത്രയും ഗിഫ്റ്റൊക്കെ കൊടുക്കുമെന്ന്. ഞാൻ വിചാരിച്ചു 20 വയസ്സായിട്ട് 20 ഒക്കെ ആൾക്ക് കൊടുത്തു. അപ്പോൾ ആൾക്ക് സന്തോഷമായി. നിങ്ങൾക്ക് അവളുടെ ആ ഒരു സന്തോഷം കാണാൻ പറ്റും. അവൾ നല്ലപോലെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണാം കുട്ടികൾ അവിടെ നിന്ന് കേക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു സെൽഫി വീഡിയോസൊക്കെ എടുത്തിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നല്ല മഴക്കോളും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ വന്നു. അങ്ങനെ ഓട്ടോ വിളിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ബൈ.